എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മക്കളെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ 3 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക. മക്കളെ, അപ്പം ഏറ്റവും ലാസ്റ്റ് 3ാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ഫസ്റ്റ് പേജിൽ ആ പേജ് നമ്പർ തുടക്കം തന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെയുള്ള പേജിൻ്റെ അകത്ത് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. കുറച്ച് സ്ക്വയറുകൾ, ഒരു 1 മുതൽ 20 വരെയുള്ള സ്ക്വയറുകൾ സാർ ഒരു പ്രത്യേക രീതിയിൽ എഴുതി ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു നമ്പർ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളൊരു നമ്പർ കാണുമ്പോൾ അത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് സാർ അത് എഴുതിയിട്ടേക്കുന്നത്. പറയാം. ഓക്കെ മക്കളെ, ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ 100 എന്ന് പറയുന്നൊരു നമ്പർ കാണുമ്പം, 100 എന്ന് പറയുന്നൊരു നമ്പർ കാണുമ്പം നമുക്ക് എത്രൻ്റെ സ്ക്വയർ ആണെന്നറിയാം? 10ൻ്റെ സ്ക്വയർ ആണെന്നറിയാമല്ലോ. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. അല്ലെ, 1 മുതൽ 10 വരെ അറിയാമെങ്കിൽ ബാക്കിയുള്ളതിനെ ഫൈൻഡ് ചെയ്യാനുള്ള പെട്ടെന്ന് ഭയങ്കര സ്പീഡിലൊന്നല്ല എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മെനക്കെടാതെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പം 64 എന്ന് വന്നാൽ നമ്മൾ എന്ത് എഴുതും? 8ൻ്റെ സ്ക്വയർ എന്ന് എഴുതത്തില്ലേ? 9 വന്നാൽ 3ൻ്റെ സ്ക്വയർ എന്ന് എഴുതത്തില്ലേ? എഴുതുമല്ലോ മക്കളെ. അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെത് 4, 3ൻ്റെത് 9, 4ൻ്റെത് 16, 5ൻ്റെത് 25, 6ൻ്റെ 36, 7ൻ്റെ 49, 8ൻ്റെ 64, 9ൻ്റെ 81, 10ൻ്റെത് 100. ദേ ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ 1 എന്ന് പറയുന്ന നമ്പർ വരുന്നതിൻ്റെ സ്ക്വയർ വന്നപ്പോൾ 1 വന്ന്. അപ്പം 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ 1 ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസിൽ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് മാത്രമല്ലേ ഉള്ളൂ. യൂണിറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 വന്നാൽ, ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ ആ നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പം അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തും 1 കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 11ൻ്റെ സ്ക്വയർ 121. 11 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 1 അല്ലേ? അത് ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ സ്ക്വയർ കാണുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. ഇനി 9ൻ്റെ സ്ക്വയർ 81 അല്ലേടാ? 9ൻ്റെ സ്ക്വയർ 81. 9ൻ്റെ സ്ക്വയർ എടുത്താൽ അറ്റത്ത് 1 വരത്തില്ലേ? അതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് 9 വരുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടാൽ, ഒറ്റയുടെ സ്ഥാനത്ത് 9 വരുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടാൽ ഉത്തരം ഏതുമായിക്കോട്ടെ, പക്ഷേ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. ഒറ്റയുടെ സ്ഥാനത്ത് 1 ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. ഒറ്റയുടെ സ്ഥാനത്ത് 9 ഉള്ള സംഖ്യയുടെ സ്ക്വയർ കാണുമ്പോഴും എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. ഒറ്റ എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പ്ലേസിൽ, വൺസ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ. ഓക്കെ, ഇനി അടുത്ത 2, ഒറ്റയുടെ സ്ഥാനത്ത് 2 ഉള്ള, ഇപ്പോൾ 12ൻ്റെ എന്താണ് യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ഒറ്റയുടെ സ്ഥാനത്ത് വൺസ് പ്ലേസിൽ എന്താണ് ആരാ കിടക്കുന്നത്? 2 അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ ആ ഒരു അറ്റത്തും 4 വരും. ഓക്കെ, 12, 2ൻ്റെ സ്ക്വയർ 4 അല്ലേ? അപ്പം യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? 4 വരും. അങ്ങനെ യൂണിറ്റ് പ്ലേസിൽ 4 വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പം യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന നമ്പറിൻ്റെ മാത്രമല്ല 8 വരുന്നതിൻ്റെയും യൂണിറ്റ് പ്ലേസിൽ 8 വരുന്ന നമ്പറിൻ്റെയും യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരുന്നത്? 4 ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ 2ൻ്റെ സ്ക്വയർ 4 ആണ്, 8ൻ്റെ സ്ക്വയർ 64, 64ൻ്റെ 4 ഇല്ലേ? അതാണ് അങ്ങനെ വരുന്നത്. ഇപ്പം 18ൻ്റെ സ്ക്വയർ, നിങ്ങൾ 28ൻ്റെ സ്ക്വയർ കാണും, 38ൻ്റെ കാണും, 48ൻ്റെ കാണും, 58, ഏത് കണ്ടാലും അറ്റത്ത് 8 ഉള്ള നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് എന്ത് വരും? 4 വരും. ഇനി അറ്റത്ത് 2 ഉള്ളതിൻ്റെ അറ്റത്തും 4 ആയിരിക്കും, അറ്റത്ത് 8 ഉള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്തും 4 ആയിരിക്കും. ഇനി അറ്റത്ത് 3 ഉള്ളൊരു നമ്പർ, അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് 9 വരും. കാരണം 3ൻ്റെ സ്ക്വയർ 9 ആണ്. 13ൻ്റെ സ്ക്വയർ 169 വന്നില്ലേ? നിങ്ങൾ 23ൻ്റെ കണ്ട് നോക്ക്, 33ൻ്റെ ആണ്. നിങ്ങളിപ്പം 53ൻ്റെ കണ്ട്, 53 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സ്ക്വയർ അത്രയൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 20ൻ്റെ വരെയൊക്കെ സ്ക്വയർ പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം 53 എന്ന് പറഞ്ഞ നമ്പർ, അതിൻ്റെ സ്ക്വയർ നമ്മൾ കാണുമ്പം അതിൻ്റെ അറ്റത്ത് ഉറപ്പാണ് 53 എന്ന് പറയുന്നൊരു നമ്പർ. 53ൻ്റെ സ്ക്വയർ കണ്ടാൽ അറ്റത്ത് 3 അല്ലേ? അതുകൊണ്ട് അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് 9 വരും, ഉറപ്പാണ്. ഇങ്ങോട്ടുള്ള നമ്പർ ഓക്കെ, അത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, പക്ഷെ അറ്റത്ത് 9 വരും, ഉറപ്പാണ്. 63ൻ്റെ സ്ക്വയർ മക്കൾ കണ്ടാൽ
അതിനൊരു ആൻസർ ഉണ്ട്, പക്ഷേ അതിൻ്റെ അറ്റത്ത് 9 ആയിരിക്കും. കാരണം ഇവിടെ 3 വന്നതുകൊണ്ട് അറ്റത്ത് 9 വരത്തുള്ളൂ. ഇനി മക്കളെ 3 വരുന്നതിൻ്റെ അറ്റത്ത് മാത്രമല്ല 9 വരുന്നത്, 7 വരുന്നതിൻ്റെ അറ്റത്തും എന്താ വരുന്നത്? 9 വരുന്നത്. അപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 57 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അതിൻ്റെ അറ്റത്ത് എന്ത് കാണും? 9 കാണും. ഇപ്പം നിങ്ങൾ 87 എടുക്കുന്നു, 87ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ ഒരു നമ്പറിൻ്റെ അറ്റത്ത് 7 അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് നമുക്ക് എന്ത് കിട്ടും? 9 വരും. കാരണം 7ൻ്റെ സ്ക്വയർ 49, ആ 9 7 ഒറ്റയുടെ സ്ഥാനത്ത് അറ്റത്ത് വരുന്ന എല്ലാ നമ്പറിൻ്റെയും സ്ക്വയറിൻ്റെ അറ്റത്ത് 9 വരും. ഇനി 4ൻ്റെ സ്ക്വയർ 16 അല്ലേ, ഒരറ്റത്ത് 6 അല്ലേടാ. അപ്പം 4 നമ്പറിൻ്റെ 4 ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അറ്റ ഭാഗത്ത് ഒരു നമ്പറിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ എന്താണ് 4 വരുന്ന നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? 6 വരും. 4 വരുന്നതിൻ്റെ അറ്റത്ത് മാത്രമല്ല 6 വരുന്നത്, 16 വരുന്നതിൻ്റെ അറ്റത്ത് 6 വരും. കാരണം 6ൻ്റെ സ്ക്വയർ 36 അല്ലേ, ആ 6. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എടാ യൂണിറ്റ് പ്ലേസിൽ 1, 9 വരുന്ന നമ്പറുകളുടെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും വരുന്നത്. ഇവരൊരു ടീമായിട്ട് ആലോചിക്കാം. ഇനി യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന നമ്പറുകളുടെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസുകളിൽ 4 ആയിരിക്കും വരുന്നത്. യൂണിറ്റ് പ്ലേസിൽ 3ഉം 7ഉം വരുന്ന നമ്പറുകളുടെ സ്ക്വയറിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ യൂണിറ്റ് സ്ഥാനത്ത് 9 ആയിരിക്കും വരുന്നത്. ഇനി യൂണിറ്റ് പ്ലേസിൽ 4ഉം 6ഉം വരുന്ന നമ്പറുകളുടെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും വരുന്നത്. അപ്പം അറ്റത്ത് 6 വന്നേക്കുന്ന ഒരു നമ്പർ കണ്ടാൽ അത് എന്തിൻ്റെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒന്നില്ലെങ്കിൽ ഒരു 6 നമ്പറിൻ്റെ, അല്ലെങ്കിൽ ഒരു 4 നമ്പറിൻ്റെ യൂണിറ്റ്. ഒരു സ്ക്വയറിൻ്റെ അറ്റത്ത് വന്നേക്കുന്ന ഒരു സ്ക്വയറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ അറ്റത്ത് വന്നേക്കുന്നത് ഇപ്പം 324 എന്ന് പറഞ്ഞ നമ്പർ കാണുമ്പം നമുക്ക് മനസ്സിലാക്കാം അത് ഈ അറ്റത്ത് 4 വന്നതുകൊണ്ട് അത് 8 വരുന്ന ഏതോ ഒരു നമ്പറിൻ്റെയോ 2 വരുന്ന ഏതോ ഒരു നമ്പറിൻ്റെയോ ആണ്. പിന്നെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും അത് 18ൻ്റെ ആണെന്ന്. അത് കൺഫേം ചെയ്യുന്ന മതിയുടെ സാർ പറഞ്ഞുതരാം. പിന്നെ 1ഉം 9ഉം ഒരു നമ്പറിൻ്റെ അറ്റത്ത് 1ഉം 9ഉം വരുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് എന്ത് വരും? 1 വരും. ഓർത്ത് വെച്ചോണം മക്കൾ. നോക്കുക, അടുത്തൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഉദാഹരണം സാർ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇനി 5ൻ്റെ ഈ 5നെ നമ്മൾ മാറ്റിയെടുത്തേക്കില്ല. 5നെ ഈ മുകളിൽ തന്നെ മാറ്റിയെടുത്താനുള്ള കാരണം, എടാ 10ൻ്റെ സ്ക്വയർ എത്ര? 100. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 20ൻ്റെ സ്ക്വയർ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന നമ്പറുകളുടെ സ്ക്വയർ കാണാൻ സിമ്പിളാണ്. കാരണം 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 × 20 അല്ലേ. നിങ്ങൾ 2 × 2 ആ നമ്പർ എടുത്തിട്ട് അതിനെ 2 വട്ടം ഗുണിച്ചാൽ മതി. 2 × 2 4, 2 0 കൂടി ഇട്ട് കൊടുക്കുക. കാരണം 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 × 20 അല്ലേടാ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ 400 ഉത്തരം വരും. 2 0 മാറ്റി നിർത്തി 2 × 2 4, 2 0 കൂടി ഇട്ട് കൊടുത്താൽ 400. 30ൻ്റെ സ്ക്വയർ നോക്കുമ്പോൾ 3ൻ്റെ സ്ക്വയർ നോക്കിയാൽ മതി 9, 2 0 കൂടി ഇട്ട് കൊടുക്കുക 900. 40ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 4 × 4 16, 2 0 കൂടി ഇട്ട് കൊടുക്കുക. 50ൻ്റെ കാണുമ്പോൾ 5 × 5 25, 2 0 ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്നതിൻ്റെ പെട്ടെന്ന് കിട്ടും, മൈൻഡിൽ തന്നെ ആലോചിച്ചെടുക്കാൻ പറ്റും. ഇനി 5 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ പെട്ടെന്ന് പറയാൻ പറ്റും. യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നത് ഈ ഒരു ടീമിനെ പഠിച്ചാൽ മതി. 1ഉം 9ഉം വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അതിൻ്റെ അറ്റത്ത് 1 വരും. 2ഉം 8ഉം ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 വരും. 3ഉം 7ഉം ഉള്ള നമ്പറുകളുടെ സ്ക്വയർ കാണുമ്പോൾ അതിൻ്റെ അറ്റത്ത് 9 വരും. ഇനി 4ഉം 6ഉം ഉള്ള നമ്പറുകളുടെ അറ്റത്ത് വരുന്ന നമ്പറുകളുടെ സ്ക്വയർ കാണുമ്പോൾ ആ സ്ക്വയറുകളുടെ അറ്റത്ത് 6 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി 5കളുടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 15 വരുന്ന 5ൻ്റെ സ്ക്വയർ 25 പറയാം. 15ൻ്റെത് ഇവിടെ എഴുതിയിട്ടുണ്ട് 225. 15ൻ്റെത് കാണാനൊരു സിമ്പിൾ മാർഗ്ഗമുണ്ട്. 15ൽ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 15ലെ 5നെ മാത്രം ഞാൻ ഇങ്ങനെ എടുത്ത് 5ൻ്റെ സ്ക്വയർ 25 അല്ലേ, അത് എഴുതുക. 1 അല്ലേ 5ൻ്റെ സ്ക്വയർ അല്ലേ 25 എഴുതിയേക്കുന്ന 1 അല്ലേ മക്കളെ ഈ സംഖ്യ. നമ്മൾ എണ്ണുമ്പം 1 കഴിഞ്ഞ് അടുത്ത് എണ്ണുന്ന ആരെയാ? 2നെ അല്ലേടാ. 1 കഴിഞ്ഞാൽ 2 അല്ലേ. ആ 1 കഴിഞ്ഞുള്ള 2, 1 കഴിഞ്ഞാൽ 2, ആ 1 × 2 ചെയ്താൽ മതി. 1 × 2 ഉത്തരം എത്ര? 2, 225. ഇനി അടുത്തത് സിമ്പിളാണ്. 25ൻ്റെത് കാണാൻ ഇതേ ഐഡിയ ആലോചിക്കുക. 5ൻ്റെ സ്ക്വയർ 25, അത് ഫിക്സഡാണ്. 5ൻ്റെ സ്ക്വയർ 25. എടാ 5 അല്ലാതെ നമ്മളിവിടെ കിടക്കുന്ന നമ്പർ ആരാ? 2. ഇവിടെ 1 കഴിഞ്ഞുള്ള നമ്പർ 2 നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ 2 കഴിഞ്ഞുള്ള എണ്ണൽ സംഖ്യ, 2 കഴിഞ്ഞുള്ള നാച്ചുറൽ നമ്പർ അല്ലേ എണ്ണൽ സംഖ്യ ആരാ? 2 കഴിഞ്ഞുള്ള നമ്പറാണ് 3. 2 × 3 6, 625. അടുത്തത്
35ൻ്റെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 35ൻ്റെ സ്ക്വയർ 35ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25. 3 കഴിഞ്ഞുള്ള സംഖ്യ 3 കഴിഞ്ഞുള്ള നമ്പർ 4. 3 × 4 12. 3 × 4 12. 1225 35-നെയാണ്. അടുത്ത 40ൻ്റെ കാണുമ്പോൾ 40ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 45ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 45ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25. 4 കഴിഞ്ഞുള്ള നമ്പർ 5. 4 × 5 20. 2025. 15ൻ്റെത് കിട്ടി, 25ൻ്റെ കിട്ടി, 35 കിട്ടി, 45 കിട്ടി. സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ 25ൻ്റെ ആലോചിക്കുമ്പം 25-ൽ അറ്റത്ത് 5 അല്ലേ, അപ്പം ഇതിൻ്റെ എല്ലാ അറ്റത്ത് 25 ഉണ്ട്. സത്യം പറഞ്ഞാൽ 25 എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞുള്ള നമ്പർ 3 അല്ലേ, പെട്ടെന്ന് 25. 2 കഴിഞ്ഞുള്ള നമ്പർ 3. 2 × 3 6. 6 ആലോചിക്കുക, 25 പറഞ്ഞാൽ മതി, 625. ഇപ്പം 45-ന് കാണാൻ പറയുന്നത്. 45 കാണാൻ പറയുമ്പോൾ അറ്റത്ത് 25, എല്ലാത്തിൻ്റെ അറ്റത്ത് 25 വേണ്ട. ആ 25 വരുമെന്ന് നമുക്കറിയാം. അപ്പം 45 അല്ലേ, അപ്പം 5 അങ്ങ് 45-ൽ 5 ആണെന്ന് മനസ്സിലായി. ആ 5 അങ്ങ് 5ൻ്റെ എന്തായാലും 25 അറ്റത്ത് വരും. പിന്നെ നമ്മൾ മൈൻഡിൽ ഫോക്കസ് ചെയ്യേണ്ട 45 ആകുമ്പം 4 കഴിഞ്ഞുള്ള നമ്പർ 5. 4 × 5 20. 20 കഴിഞ്ഞാൽ അപ്പുറത്ത് 25. ഓക്കെ, ഇങ്ങനെ എഴുതുക പോലും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് 55, 65, 75 എല്ലാം എഴുതി പോവാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഭയങ്കര ലെവലിലേക്കൊക്കെ ഇതിലൊരു ഈ ഒരു 1ൻ്റെ 5ൻ്റെ ഇടയ്ക്കുള്ള സ്ക്വയറുകളൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാമിന് നമുക്ക് വരുന്ന നമ്പേഴ്സ്. അതിനാണ് ഇത് പഠിപ്പിച്ചേക്കുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ വരുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഏതിൻ്റെ ആണെന്ന്. ഇപ്പം 100 കണ്ടാൽ 10ൻ്റെ ആണെന്ന് മനസ്സിലാവും. മക്കളെ ഇപ്പം എക്സാമ്പിൾ ഒരു 18ൻ്റെ ആണെന്ന് അറിയാം, എങ്കിലും സാറൊരു സംഭവം പറയാണ്. 324 ഒരു പ്രോബ്ലത്തിൽ വന്ന് 324-നെ കാണുമ്പോൾ ഇത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് പറ്റണ്ടേ? ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 324. അത് ഏത് നമ്പറിൻ്റെയാണ്? 324 ഏതിൻ്റെ ആണെന്ന് നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാറേ 18ൻ്റെ അല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സാർ എക്സാമ്പിൾ പറഞ്ഞാണ് 324 ഏതിൻ്റെ ആണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ആലോചിക്കേണ്ടത് 324 ഏതിൻ്റെ ആണെന്ന് അറിയത്തില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ടത് 10ൻ്റെ സ്ക്വയർ എത്ര? 100 ആണ്. ഓക്കെ, 20ൻ്റെ സ്ക്വയർ എത്ര? 400 ആണ്. 10ൻ്റെ സ്ക്വയർ 100, 20ൻ്റെ സ്ക്വയർ 400. അങ്ങനെ ആലോചിക്കുള്ളൂ. അങ്ങനത്തെ പക്കാ നമ്പർ 10, 20, 30 യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന നമ്പറുകളെ ആലോചിച്ച് അതിൻ്റെ ഇടയ്ക്കും ഈ നമ്പറിനെ തപ്പിയെടുക്കാം നമുക്ക്. 10ൻ്റെത് 100, 20ൻ്റെത് 400. അപ്പോൾ ഇത് ഏതിൻ്റെയാണ്? 324. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറാണ് 324. അപ്പോൾ 100ൻ്റെയും 400ൻ്റെ ഇടയ്ക്കല്ലേ 324 എന്ന് പറഞ്ഞ നമ്പർ. അപ്പോൾ ഉറപ്പിക്കാം 10ൻ്റെ സ്ക്വയർ 100, 20ൻ്റെ സ്ക്വയർ 400. അതിൻ്റെ ഇടയ്ക്കാണ് 324. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെന്ന് ഉറപ്പിച്ച് ഇനി കുറച്ചുകൂടെ കൺഫേം ചെയ്യാൻ പറ്റും. അറ്റത്ത് ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള അറ്റത്ത് അതും ആലോചിക്കുന്നതിന് മുമ്പ് ഇപ്പം 4 വന്നപ്പോൾ അറ്റത്ത് 4 വന്നു. അറ്റത്ത് 4 വരണമെങ്കിൽ 2 യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന നമ്പറിൻ്റെ അറ്റത്തും യൂണിറ്റ് പ്ലേസിൽ 8 വരുന്ന നമ്പറിൻ്റെ അറ്റത്തും എന്ത് വരും? യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന നമ്പറാണെങ്കിലും 4 വരും, 8 വരുന്നതാണെങ്കിലും 4 വരും. അപ്പോൾ 10ൻ്റെയും 20ൻ്റെയും ഇടയ്ക്കെന്ന് ഒരാൾ ആലോചിച്ച് 324 എന്ന് പറഞ്ഞാൽ ഈ 100ൻ്റെയും 400ൻ്റെ ഇടയ്ക്കല്ലേ. അപ്പോൾ 10ൻ്റെ സ്ക്വയറിൻ്റെയും 20ൻ്റെ ഇടയ്ക്കുള്ള ഏതൊരു നമ്പറിൻ്റെ സ്ക്വയറാണ്? 10ൻ്റെ സ്ക്വയർ അല്ല, 10ൻ്റെ എന്തായാലും 100, 20ൻ്റെ 400. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊരു നമ്പറിൻ്റെ? അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ നമ്പറുണ്ട്? 11, 12, 13, 14, 15, 16, 17, 18. അത്രയും നമ്പറുണ്ട്. എല്ലാത്തിനെയും നോക്കാൻ പറ്റുക. ഈ ട്രിക്ക് അറിയാവുന്ന ഒരു കുട്ടിക്ക് അത്രയും നോക്കേണ്ട കാര്യമില്ല. ആ കുട്ടി പെട്ടെന്ന് ആലോചിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് നോക്കേണ്ടി വരും ഏതിൻ്റെ ആണെന്ന് അറിയാത്ത വലിയ നമ്പർ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ചെറുതിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരുക. അപ്പം 10ൻ്റെ 20ൻ്റെ ഇടയ്ക്കാണെന്ന് മനസ്സിലായി, എല്ലാവരും നോക്കാൻ പറ്റുക. അപ്പോൾ ഈ ട്രിക്ക് അറിയാമെങ്കിൽ അറ്റത്ത് 4 വന്നു, 4 വന്നെങ്കിൽ ആ നമ്പറിൻ്റെ അറ്റത്ത് 8ഓ 2ഓ വരും. അപ്പോൾ ഈ 10ൻ്റെയും 20ൻ്റെയും ഇടയ്ക്ക് 10ൻ്റെ 20ൻ്റെ ഇടയ്ക്ക് അറ്റത്ത് 2ഉം 8ഉം വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 10ൻ്റെ 20ൻ്റെ ഇടയ്ക്ക് അറ്റത്ത് 2ഉം 8ഉം വരുന്ന 2 നമ്പേഴ്സേ ഉള്ളൂ. ഒന്ന് 12ഉം മറ്റൊന്ന് 18ഉം. അതിൽ തന്നെ ഏതാണെന്ന് തപ്പേണ്ടി വരത്തില്ലേ? അതിൽ തന്നെ ഏത് 12ൻ്റെ ആണോ 18ൻ്റെ ആണോ? ചെറിയ നമ്പറായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വലുതിൻ്റെ കാര്യമാണ് ഞാൻ ഈ ചെറുതിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 10ൻ്റെ 20ൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പറുണ്ട് 15. ആ 15ൻ്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ റൂൾ വെച്ച്, ഈ ഐഡിയ വെച്ച്. 15ൻ്റെ അറിയാം നിങ്ങൾക്ക്. 15ൻ്റെ സ്ക്വയർ 225 ആണ്. 15ൻ്റെത് 225. അപ്പം നമ്മുടെ നമ്പർ ആരാ? 324. ഇത് ഏതിൻ്റെ സ്ക്വയറാണ്? ഇത് ഏതിൻ്റെ സ്ക്വയറാണെന്ന് ഇനി സിമ്പിളായിട്ട് കിട്ടും. നമുക്ക് മനസ്സിലായി 324 എന്തായാലും 10ൻ്റെ സ്ക്വയർ 100, 15ൻ്റെ സ്ക്വയർ 225. ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും 324 വരത്തില്ല. അപ്പം 10ൻ്റെയും
10 മുതൽ 14 വരെയുള്ള നമ്പേഴ്സിൻ്റെ അല്ല, അല്ലെ 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ അല്ല 324. ഇനി 20ൻ്റെയും അല്ല. പിന്നെ ആരൊക്കെയുള്ള ഇടയ്ക്ക് 15ൻ്റെ 20ൻ്റെ ഇടയ്ക്ക് 16, 17, 18, 19 4 നമ്പേഴ്സ്. അതിൽ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാകും ആരാണെന്ന്. കാരണം 16, 17, 18, 19 ഇതിൽ 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് 6 വരത്തുള്ളൂ. ഇവിടെ 6 അല്ലല്ലോ വന്നിരിക്കുന്നത്. 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ അറ്റത്ത് 7 വന്നാൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് 9 വരും. 8 വന്നാൽ എന്ത് വരും? 4 വരും. 9 വന്നാൽ 1 വരും. അപ്പോൾ ഇവിടെ 4 വന്നിരിക്കുന്നത്. ഇത് 6 18ൻ്റെ ആണ്. പെട്ടെന്ന് പിക്ക് ചെയ്യാം. 15ൻ്റെ 20ൻ്റെ ഇടയ്ക്കാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് തന്നെ നമ്മൾ ഈ 324 6 മനസ്സിലായി. 18ൻ്റെ സ്ക്വയറാണ് 324 എന്ന് പറയുന്നത്. അങ്ങനെ തപ്പിപ്പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങോട്ട് പറയുമ്പോൾ കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പക്കയാവും. പ്രോബ്ലം ചെയ്യുന്ന കൂടുതൽ സാറത് ഈ ഒരു ട്രിക്ക് പറഞ്ഞുതരാം, കുറച്ചുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ അതങ്ങ് കത്തിപ്പോവും. ഇതാണ് സ്ക്വയർ റൂട്ട്, അല്ലെങ്കിൽ ഒരു നമ്പർ കണ്ടാൽ അത് ഏതിൻ്റെ സ്ക്വയറാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയ. 100 കണ്ടാൽ 10ൻ്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 144 കാണുമ്പോൾ 12ൻ്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണം. 169 കാണുമ്പോൾ 13ൻ്റെ ആണെന്ന് എഴുതാൻ പറ്റണം. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് കുറച്ചുകൂടെ സ്പീഡാകത്തുള്ളൂ മക്കളെ. അതിനാണ് സാർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ ശ്രദ്ധിക്കണം, നമ്മുടെ പേജ് നമ്പർ 87 ആ 87 ഒരു 3 ക്വസ്റ്റ്യൻസ് എക്സസൈസ് ആയിട്ട് കിടപ്പുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1 added to the product of 2 consecutive even numbers gave 289. വാട്ട് ആർ ദ നമ്പേഴ്സ്? എടാ ഇത്രയുള്ള ചോദ്യം. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ഇരട്ടസംഖ്യകൾ. എടാ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സ് എടുക്കുന്നു, അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സിനെ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുന്നു, ശേഷം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. അതാണ് 1 ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ. 1 ആഡ് ചെയ്യുന്നു ആരുടെ കൂടെ? പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻഡ്യൂ ചെയ്യുന്നു. ഇൻഡ്യൂ ചെയ്ത് രണ്ട് ഈവൻ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സിനെ ഇൻഡ്യൂ ചെയ്ത് വെച്ചതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ 289 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? ഏതാണ് ആ നമ്പറുകൾ? അപ്പോൾ സാറ് ഒരു ഈവൻ നമ്പർ, റാൻഡമായിട്ട് ഈവൻ നമ്പർ പറഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ പറയാൻ പറ്റുമോ എന്ന് നോക്കണം. അല്ല, നമുക്കറിയാം ഈവൻ നമ്പർ അറിയാമല്ലോ, 2, 4, 6, 8 അങ്ങനെ പറഞ്ഞല്ലേ ഈവൻ നമ്പേഴ്സ് പോകുന്നത്. ഓക്കെ, ഇവിടെ 2 കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ 4 അല്ലേടാ, അടുത്ത ഈവൻ നമ്പർ 6 അല്ലേ, അടുത്ത 8 അല്ലേ. സാർ ഇപ്പോൾ 10 എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പർ പറയുന്നു. തൊട്ടടുത്ത ഈവൻ നമ്പർ ഏതാ? നിങ്ങൾ പെട്ടെന്ന് പറയും. 10ൻ്റെ അപ്പുറത്ത് 12. 12 കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ ഏതാ? 14. സാറൊരു ഈവൻ നമ്പർ പറയുകയാണ് 24. 24 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ആരെ പറയും? 24ൻ്റെ അപ്പുറത്ത് 26. അപ്പോൾ നിങ്ങൾ ഈവൻ നമ്പർ പറയുമ്പം ഒരു നമ്പർ കഴിഞ്ഞ് ഒരു നമ്പർ ഞാൻ പറയുമ്പോൾ അടുത്തത് പറയുമ്പോൾ നിങ്ങൾ എത്ര ആഡ് ചെയ്തിട്ടാ? 2 ആഡ് ചെയ്തിട്ടല്ലേ, 2 കൂട്ടിയിട്ടല്ലേ അടുത്ത ഈവൻ നമ്പർ പറയുന്ന. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പറുകൾ ഇൻഡ്യൂ ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട്, അറിയാത്തതിന് നമ്മൾ അൺനോൺ വാല്യൂ നമ്മൾ എക്സ് എന്നല്ലാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ, ഒന്നാമത്തെ നമ്പർ ഈക്വൽ ടു എക്സ്. ഒന്നാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ ആരാടാ? ഒരു ഈവൻ നമ്പർ പറയുമ്പോൾ അടുത്ത ഈവൻ നമ്പർ എങ്ങനെയാണ് പറയുന്നത്? ഫസ്റ്റ് ഈവൻ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ ഒരെണ്ണം പറയുമ്പോൾ നിങ്ങൾ അടുത്ത പറയുന്നത് 2 കൂട്ടിയല്ലേ. 24 പറയുമ്പോൾ അടുത്ത ഈവൻ നമ്പർ പറയുന്നത് 2 കൂട്ടിയല്ലേ. അപ്പോൾ എക്സ് ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ ആരാ? 2 കൂട്ടുക, x+2. ഇതാണ് 2 ഈവൻ നമ്പറുകൾ. 2 ഈവൻ നമ്പറുകൾ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ x ഇൻറ്റു x+2 ചെയ്യുക. ശേഷം അതിൻ്റെ കൂടെ എത്ര കൂട്ടാനാണ് പറയുന്നത്? 1 കൂട്ടുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 289. 2 ഈവൻ നമ്പറുകളെ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുന്നു, ശേഷം 1 കൂട്ടുന്നു, അപ്പോൾ കിട്ടുന്ന ആൻസർ 289. അതാണ് ആ സെൻറ്റൻസ്. അതിനെ നമ്മൾ ഓൾജിബ്ര വെച്ചുള്ള ഇക്വേഷൻ ആക്കി. ഇതേണ്ടാ x ഇൻറ്റു x+2 അല്ലേ. എക്സ് അകത്തോട്ട് കൊടുത്താൽ x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, x ഇൻറ്റു 2 പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 289. നോക്കണം, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1നെ 1 സ്ക്വയർ എന്ന് എഴുതുക, ഈക്വൽ ടു 289. എടാ അത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമില. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിൽ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതുന്ന? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു, 1 സ്ക്വയറിൽ നിന്ന് 1 എടുത്തു, ഇടയ്ക്കുള്ള സൈൻ പ്ലസ് ആണ്, x പ്ലസ് 1 ഹോൾ സ്ക്വയർ. അങ്ങനെ ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തേനെ. സെക്കൻഡ് വേരിയബിളിൻ്റെയും ഫസ്റ്റ് വേരിയബിളിൻ്റെയും ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് കൊടുത്തേനെ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, x പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 289. ഓക്കെ,
എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289 എന്ന് എഴുതിയില്ലേ. ഇനി എക്സ് പ്ലസ് വൺ എത്രടാ? അപ്പം സ്ക്വയർ ഈക്വലിനപ്പുറം പോയാൽ റൂട്ടാകത്തില്ലേ, സ്ക്വയർ റൂട്ടാകത്തില്ലേ? 289. 289 ഏതിൻ്റെ സ്ക്വയറാടാ? അറ്റത്ത് 9 വന്നു. അറ്റത്ത് 9 വന്നാൽ ഏതിൻ്റെയൊക്കെ സ്ക്വയർ ആകാനുള്ള സാധ്യത ഉണ്ട്? അറ്റത്ത് യൂണിറ്റ് പ്ലേസിൽ 9 വന്നാൽ ഒരു 3 വരുന്നൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചാൻസും ഉണ്ട് 7 വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ ആകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തപ്പാൻ പോവാണ് നമ്മൾ പറഞ്ഞ മെത്തേഡ് പോലെ 10ൻ്റെ സ്ക്വയർ. ഇപ്പോൾ 10ൻ്റെ സ്ക്വയർ 100 ആണ്. 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 20ൻ്റെ സ്ക്വയർ 400 ആണ്. അപ്പോൾ നമ്മുടെ നമ്പർ 289. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെന്ന് മനസ്സിലായി. അതിൻ്റെ ഇടയ്ക്ക് ഏതായിരിക്കും? അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് 15ൻ്റെ ഒന്ന് കണ്ടു നോക്കാം. 15ൻ്റെ സ്ക്വയർ 225 അല്ലേ? 15ൻ്റെ 225 ആണ്. അപ്പോൾ നമ്മുടെ നമ്പർ 289. അപ്പോൾ 15ൻ്റെ 20ൻ്റെ ഇടയ്ക്കാണെന്ന് മനസ്സിലായി. 15ൻ്റെ 20ൻ്റെ ഇടയ്ക്ക് ഉള്ള ഏത് നമ്പർ, ഏതിൻ്റെയൊക്കെ അറ്റത്ത് ഈ സ്ക്വയർ റൂട്ടായ നമ്പർ 289 അറ്റത്ത് വന്നേക്കുന്ന 9 ആണ്. അത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ അറ്റത്ത് 3 വരുന്നൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും, അല്ലെ അറ്റത്ത് 7 വരുന്നൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഓക്കെ, അപ്പം അറ്റത്ത് 3 വരുന്ന നമ്പറിൻ്റെ അല്ലെങ്കിൽ അറ്റത്ത് 7 വരുന്ന നമ്പറിൻ്റെ. ഇവിടെ 15ൻ്റെയും 20ൻ്റെയും ഇടയ്ക്ക് ആരൊക്കെയാണ് ഉള്ളത്? 16, 17, 18, 19. ഇവിടെ ഇടയ്ക്ക് അറ്റത്ത് 3 വരുന്ന നമ്പർ ആരും ഇല്ല. പിന്നെ ഒരു ചാൻസ് ആരേ ഉള്ളു? 7 വരുന്ന നമ്പർ. അപ്പോൾ ഇത് 17. സാറ് സ്ലോയിൽ പറയുന്നെങ്കിലും മക്കൾ ചെയ്ത് സെറ്റായി ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പടപടയെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാറേ നിങ്ങൾക്ക് കത്താൻ വേണ്ടിയാണ് പയ്യെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മക്കൾ കണ്ടുപിടിക്കും. 289 10ൻ്റെ 20ൻ്റെ ഇടയ്ക്ക്, 10ൻ്റെ 20ൻ്റെ ഇടയ്ക്കുള്ള 15ൻ്റെ സ്ക്വയർ 225. അപ്പോൾ ഉറപ്പിക്കാം 15ൻ്റെ സ്ക്വയറിൻ്റെ 20ൻ്റെ സ്ക്വയറിൻ്റെ ഇടയ്ക്ക് 15ൻ്റെ 20ൻ്റെ അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള 16ൻ്റെയോ 17ൻ്റെയോ 18ൻ്റെയോ 19ൻ്റെയോ ആണ് എന്ന് കൺഫേം ചെയ്യാം പെട്ടെന്ന്. 7 വരുന്ന അറ്റത്ത് 9 വന്നിരിക്കുന്നു. അപ്പോൾ അത് 7 വരുന്ന നമ്പറിൻ്റെ ആണ് ഉത്തരം 17. അപ്പോൾ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു +or-17 ഉണ്ട്. ഈവൻ നമ്പർ നോർമലി പറയുന്നതുകൊണ്ട് നെഗറ്റീവ് നമ്മൾ എടുക്കുന്നില്ല, പോസിറ്റീവ് ആയിട്ടുള്ളതേ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. അപ്പോൾ 17. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 17. അപ്പോൾ എക്സ് എന്താണ്? 17. 1 ഇപ്പുറത്ത് വന്നാൽ +1 അപ്പുറത്ത് പോയാൽ -1. എക്സ് ഈസ് ഈക്വൽ ടു 17 - 1 എത്ര? 16. ഒരു നമ്പർ 16 ആണ്. ഒരു നമ്പർ 16 ആണ്. ഓക്കെ, അടുത്ത നമ്പർ ഏതാണ്? ഒരു നമ്പർ 16. അടുത്ത നമ്പർ ഏതാ? നമ്പറുകൾ ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ എക്സ് ആണ്. അതിപ്പോൾ എത്ര എന്ന് കിട്ടി? 16 എന്ന് കിട്ടി. സെക്കൻഡ് നമ്പർ, അടുത്ത നമ്പർ ആരാ? സെക്കൻഡ് നമ്പർ അതെന്താണ്? എക്സ് പ്ലസ് 2 ആണ്. അപ്പം 18. അപ്പോൾ നമ്മുടെ നമ്പറുകൾ ആരൊക്കെയായിരുന്നു? 16ഉം 18ഉം ആയിരുന്നു. 16നെയും 18നെയും കൂടെ ഗുണിക്കുമ്പം നമുക്ക് 288 കിട്ടും. 16ഉം 18ഉം കൂടെ ഗുണിച്ചാൽ 288 കിട്ടും. അതിൻ്റെ കൂടെ അവർ പറയുന്ന ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 289 കിട്ടും. നോക്കിയാൽ മതി. 16നെയും 18നെയും ഗുണിക്കുമ്പോൾ 288. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരും? 1 കൂടെ വരുമ്പോൾ 289. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ഏതോ ഒരു 2 അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പറിനെ ഗുണിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1 കൂട്ടുമ്പോൾ 289 കിട്ടും. അതാരൊക്കെയാണ്? 16ഉം 18ഉം. നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുത്തില്ല, പോസിറ്റീവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്തു പോയാൽ മതി, കുഴപ്പമില്ല. നെഗറ്റീവ് എടുത്ത് -17 എടുത്ത് ഇവിടുത്തെ വാല്യൂസ് നെഗറ്റീവായി വേറെ വാല്യൂസ് കിട്ടിയാലും ചെയ്യാൻ മതി. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല. പോസിറ്റീവ് എടുത്ത് നോർമലി ചെയ്തു പോയാൽ മതി. ഓക്കെ, ആ ഒരു പേജ് നമ്പർ 87 രണ്ടാമത്തെ ചോദ്യം. 9 added to the product of 2 consecutive multiples of 6 gave 729. What are the numbers? എടാ 9 ആഡ് ചെയ്യുന്നു ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 consecutive multiples of 6. 6ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ 6ൻ്റെ ഗുണിതങ്ങളെ അല്ലെ 6ൻ്റെ ഗുണനപ്പട്ടികയിലുള്ള ഏതോ 2 നമ്പറുകളെ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുന്നു. ശേഷം അതിൻ്റെ കൂടെ 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ 729 കിട്ടുന്നു. എങ്കിൽ ആ നമ്പറുകൾ ഏതൊക്കെ? എടാ 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം ഇപ്പം 6, 12, 18 അങ്ങനെ പോവല്ലേ. 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ പറഞ്ഞാൽ ഇപ്പം 6ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 30. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ അത് 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6 കൂട്ടി പോകുന്നതല്ലേ 6ൻ്റെ മൾട്ടിപ്പിൾ. ആദ്യം 6, പിന്നെ 12, 18, 6 കൂട്ടി പോവല്ലേ. അപ്പം 30 ഒരു മൾട്ടിപ്പിളാണ്. അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 36 അല്ലേ. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം 54 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 60 അല്ലേ. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലടാ. അപ്പം
പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു ഐഡിയ ഓർത്തോണം. ഞാൻ 6ൻ്റെ ഒരു ടേബിളിൽ ഒരു നമ്പർ പറയാം, അടുത്തത് പറയൂ എന്ന് പറയുമ്പം നിങ്ങൾ പെട്ടെന്ന് 6 കൂട്ടിയല്ലേ അടുത്തത് പറയുന്നത്. ഇപ്പം ഞാൻ പറയണം മക്കളെ 6ൻ്റെ മൾട്ടിപ്പിൾ സാർ ഒരു നമ്പർ പറയാം, അടുത്തത് എന്ന് പറയുന്നു പറഞ്ഞാൽ സാർ പെട്ടെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്ത് പറയും? 18 എന്ന് പറയും. ഞാൻ പറയുന്നത് 24, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്ത് പറയും? 24 പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയും 30 പറയും. 6 കൂട്ടിയല്ലേ പറയുന്നത്. ഈവൻ നമ്പറിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 കൂട്ടും. മൾട്ടിപ്പിളിൻ്റെ 6ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 6 കൂട്ടും. അപ്പം ഫസ്റ്റ് നമ്പർ ആരാ? ഫസ്റ്റ് നമ്പർ നമ്മളൊരു എന്താണ് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? എക്സ് എന്ന് വിളിക്കും. അപ്പോൾ സെക്കൻഡ് നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ സെക്കൻഡ് നമ്പർ ആരാണ്? ഒരെണ്ണം പറയുമ്പോൾ തൊട്ടടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അടുത്തത് പറയണമെങ്കിൽ എത്ര കൂട്ടണം? 6 കൂട്ടണം. ഇതേ ക്വസ്റ്റ്യൻ 7ൻ്റെ മൾട്ടിപ്പിൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാറും, നമ്പറൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും. 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എങ്ങനെ എടുക്കും? എക്സും എക്സ് പ്ലസ് 7ഉം. 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് 5ഉം. 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ എക്സും എക്സ് പ്ലസ് 4ഉം. ഓക്കെ, ഇവിടെ 6ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ആണ്ട് എക്സ്. അടുത്ത നമ്പർ അടുത്തടുത്തുള്ള നമ്പറുകൾ എന്നാൽ എക്സും എക്സ് പ്ലസ് 6ഉം. അടുത്തടുത്തുള്ള നമ്പറുകളുടെ പ്രൊഡക്റ്റ് എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് 6 കൂടി ഇൻറ്റു ചെയ്യുന്നു. പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 എത്ര കൂട്ടുന്നു? 1 അല്ല, 9 ആഡ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് എടുക്കുന്നു, 9 ആഡ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസറാണ് 729. ഓക്കെ, ഇതേ ഇൻറ്റു ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6 6x പ്ലസ് 9 ഈക്വൽ ടു 729. എക്സ് സ്ക്വയർ പ്ലസ് 6x എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഒന്ന് മാറ്റണം. 3 സ്ക്വയർ ഈക്വൽ ടു 729. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു, 3 സ്ക്വയറിൽ നിന്ന് 3 എടുത്തു, എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലാണ്. അങ്ങനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് മാറ്റി. ഈക്വൽ 729. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട് ആവും, സ്ക്വയർ റൂട്ട് 729. എടാ 729. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 729 എന്ന് പറഞ്ഞ നമ്പർ ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ്? ഏതിൻ്റെയാണ് അല്ലേ? ഏതിൻ്റെ സ്ക്വയർ റൂട്ട്? അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? റൂട്ട് 729. ആൻസർ എന്താണ്? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 729 എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഐഡിയ. 10ൻ്റെ സ്ക്വയർ 100, 20ൻ്റെത് 400, 20ൻ്റെ സ്ക്വയർ 400. മക്കളെ 30ൻ്റെ എത്രയാണ്? 900 അല്ലേ? അപ്പോൾ 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്കാണെന്ന് ഉറപ്പിക്കാം. 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്കുള്ളൊരു നമ്പറാണ് 729. 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്കുള്ള നമ്പറാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക് അറ്റത്ത് 9 വന്നു. അറ്റത്ത് 9 വന്നാൽ ഏതിൻ്റെയൊക്കെ ആയിരിക്കും? 3 ഉള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് 9 വരും. പിന്നെന്താണ്? 7 അറ്റത്ത് വന്നാൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് 9 വരും. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നില്ലെങ്കിൽ 3 ഉള്ള നമ്പറിൻ്റെ അല്ലെങ്കിൽ ഏതുള്ള നമ്പറിൻ്റെ? 7 ഉള്ള നമ്പറിൻ്റെ. അപ്പോൾ 3 ഉള്ള നമ്പർ ആരെ കൂട്ടത്തിൽ? അറ്റത്ത് 3 വരുന്ന നമ്പർ ഏതാ? 23. 7 ഉള്ളത് 27. ഒന്നില്ലെങ്കിൽ 23ൻ്റെത് അല്ലെങ്കിൽ 27ൻ്റെത്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആയിരിക്കും. എങ്ങനെ കൺഫേം ചെയ്യുമെന്ന് ചോദിച്ചാൽ 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന 25ൻ്റെ നമുക്കറിയാം. അതിൻ്റെ എത്രയാണെന്ന് കിട്ടും? 25ൻ്റെ സ്ക്വയർ എത്ര? 625 അല്ലേ? അതിന് ട്രിക്കില്ലേ 25ൻ്റെ സ്ക്വയർ കാണാൻ? 5ൻ്റെ സ്ക്വയർ 25, 2 കഴിഞ്ഞുള്ള നമ്പർ 3, 2 × 3 6, 625. നമ്മൾ പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നമ്പർ 729. അപ്പോൾ 20ൻ്റെയും 25ൻ്റെയും ഭാഗത്തല്ല, 729 ഇതിൻ്റെ ഇടയ്ക്കല്ലേ? അതിൻ്റെ ഇടയ്ക്ക് യൂണിറ്റ് പ്ലേസിൽ 9 വരാൻ, സ്ക്വയർ കാണുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 9 വരാൻ സാധ്യതയുള്ള ഒരേ ഒരു നമ്പർ ആരേ ഉള്ളൂ? 27. ഉറപ്പിക്കാം 27. ഓക്കെ, അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 27. 3 ഇപ്പുറത്ത് വന്നാൽ +3 ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ -3. എക്സ് ഈസ് ഈക്വൽ ടു 27ൽ നിന്ന് 3 പോയാൽ 24. അപ്പോൾ ഫസ്റ്റ് നമ്പർ, അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്പർ ആരാ? ഫസ്റ്റ് നമ്പർ 24 എക്സ് അല്ലേ ഫസ്റ്റ് നമ്പർ. അടുത്ത നമ്പർ സെക്കൻഡ് നമ്പർ 24ൻ്റെ കൂടെ എത്ര കൂട്ടണം? എക്സിൻ്റെ കൂടെ 6 കൂട്ടണം. 24ൻ്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പം 30. ഫസ്റ്റ് നമ്പർ 24, സെക്കൻഡ് നമ്പർ 30. 24 × 30 ചെയ്യുമ്പം 24 × 30 ചെയ്യുമ്പോൾ 720 കിട്ടും. അതിൻ്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോഴാണ് ഈ 729 കിട്ടുന്നത്. അപ്പം കറക്റ്റാണ്. 6ൻ്റെ 2 മൾട്ടിപ്പിൾ, 6ൻ്റെ മൾട്ടിപ്പിളുകൾ ഏതൊക്കെ? 24, 30. അവരെ എടുത്ത് ഇൻറ്റു ചെയ്തു. അവർ അടുത്തടുത്തുള്ള മൾട്ടിപ്പിളുകൾ എടുത്ത് ഇൻറ്റു ചെയ്തു. 24, 30 ഇൻറ്റു ചെയ്തു. എന്നിട്ട് എന്ത് ആഡ് ചെയ്തു? 9 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 729 കിട്ടി.
ആ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 24, 30 നമ്മൾ കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ മക്കളെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കണ്ടാൽ അത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് എന്ന് മനസ്സിലാകുന്ന ഐഡിയ നമ്മൾ പറഞ്ഞു തന്നു. യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പറിൻ്റെ സ്ക്വയറുകൾ പെട്ടെന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ള ട്രിക്ക് പറഞ്ഞു തന്നു. അതുപോലെ പേജ് നമ്പർ 87 വരുന്ന 2 പ്രോബ്ലവും നമ്മൾ ചെയ്തു. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.